ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ശരിക്കും 6:30 ആലുവ തൃശ്ശൂർ ഷെഡ്യൂൾ ആയിരുന്നു കേട്ടോ. പക്ഷേ ലോക്ക് ഷീറ്റ് വാങ്ങിക്കാനായിട്ട് VS ജയശേട്ടന്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഡ്യൂട്ടി ചേഞ്ച് ആയെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയ ഒരു വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നന്നാക്കി ഇട്ടിട്ടുണ്ട്. അതെടുത്ത് ആലുവക്ക് വരണം. അതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി. ഇത് നമ്മുടെ ജിഫ്രിൻ ബ്രോ, ഇവിടുത്തെ ഡ്രൈവറാണ് കേട്ടോ. പിന്നെ നമ്മൾ അങ്കമാലി ഡിപ്പോന്ന് ആലുവ ഡിപ്പോയിലേക്ക് പോകുന്നായിരുന്നു കേട്ടോ. ഇനി മുതൽ ഇവിടെയാണ് ഡ്യൂട്ടി. അങ്ങനെ ആലുവക്കുള്ള ഡെസ്റ്റിനേഷൻ ബോർഡൊക്കെ എടുത്ത് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ പോളിച്ചേട്ടനെ കണ്ടത്. പുള്ളിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡും കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേക്കും വൈക്കങ്കാരുടെ തൃശ്ശൂർ വണ്ടി വന്നു. അപ്പൊ തന്നെ ഞാനും കണ്ടക്ടർ ജെയ്സൺ ചേട്ടനും ചാടി കയറി സീറ്റ് പിടിച്ചു. ഇതാണ് നമ്മുടെ കണ്ടക്ടർ ജെയ്സൺ ചേട്ടൻ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. അങ്ങനെ പുതുക്കാട് എത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്കായി. റോഡിലെ കുഴിയാണ് മെയിൻ കാരണം. ഈ ഒരു ഫ്ലൈ ഓവറും കൊരട്ടിയിലുള്ള ഫ്ലൈ ഓവറും കൂടി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് പിന്നെ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ സുഖമായിട്ട് പോവാം. പിന്നെ ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിലെ കണ്ടക്ടർ ചേട്ടൻ, ജോഷി എന്നാണ് ആളുടെ പേര്. അങ്ങനെ ബ്ലോക്കും പാലിയേക്കര ടോളും ഒക്കെ കഴിഞ്ഞ് തൃശ്ശൂർ എത്തി. ഇതാണ് തൃശ്ശൂർ ശക്തൻ നഗർ സ്കൈ വാക്ക്. എന്തായാലും സംഭവം കൊള്ളാട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലെത്തി. പിന്നെ ഇതാണ് നമ്മൾ വന്ന വണ്ടിയിലെ ഡ്രൈവർ അരുൺ ബ്രോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ജെയ്സൺ ചേട്ടൻ വിളിച്ച് കോഴിക്കോടേക്കുള്ള വണ്ടി അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാർന്നു കേട്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. എന്തായാലും വണ്ടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല യാത്രാസുഖമൊക്കെ ഉണ്ട്. പോണ വഴിക്ക് എടപ്പാള് കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാനായിട്ട് നിർത്തി. ഞങ്ങളൊരു കാലിച്ചായം കുടിച്ച് വണ്ടിയിലേക്ക് കയറി. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് ഭാരതപ്പുഴയൊക്കെ പാസ്സായി കുറ്റിപ്പുറം കഴിഞ്ഞ് വെട്ടിച്ചിറ ടോൾ പ്ലാസ ഒക്കെ ആയപ്പോഴേക്കും ചെറിയൊരു ഉറക്കം ഉറങ്ങാന്ന് കരുതി. പിന്നെ കോഴിക്കോട് എത്തിയപ്പോഴാണ് കണ്ണൂർന്നത്. ഏകദേശം 11:45 ആയപ്പോഴേക്കും കോഴിക്കോട് എത്തി. ഇതാണ് നിഹാസ് ബ്രോ, നമ്മൾ വന്ന വണ്ടിയിലെ ഡ്രൈവറാണ്. അങ്ങനെ നിഹാസ് ബ്രോനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ SM ഓഫീസിൽ ചെന്നപ്പോൾ വണ്ടി റെഡി ആയിട്ടില്ല, സമയം എടുക്കുന്നു പറഞ്ഞു. അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ ഒരു ഡബിൾ ഡെക്കർ സിറ്റി ബസ് കിടക്കുന്നത് കണ്ടത്. വൈകുന്നേരം 3 മണി മുതലാണ് സർവീസ്. ഞങ്ങൾ ചുമ്മാ അതിലൊക്കെ ഒന്ന് കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു AC സ്ലീപ്പർ കിടക്കുന്നത് കണ്ടത്. കുറച്ചേരം അതിൽ പോയി റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോഴാണ് കർണാടകയുടെ ഒരു മൈസൂർ വണ്ടി പോണത് കണ്ടത്. ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ പുള്ളി ഒരു ഹോണൊക്കെ പാസ്സാക്കി. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നത് KSRTC സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ടോപ്പ് 4 റെസ്റ്റോറന്റിലാണ്. ഒന്നും പറയാനില്ല, നല്ല കിടിലൻ ഊണാർന്നു കേട്ടോ. അവരുടെ സർവീസും അടിപൊളി. ഇവിടെ വരാണെങ്കിൽ എന്തായാലും കയറി കഴിച്ചോട്ടെ. അങ്ങനെ ഫുഡ് കഴിച്ച് ജെയ്സൺ ചേട്ടൻ റൂമിലേക്കും ഞാൻ പള്ളിയിലേക്കും പോന്നു. നിസ്കരിച്ച് പടച്ചോനോട് നടക്കാത്ത കുറെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ പറഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കുറെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടന്ന് 3:45 ഒക്കെ ആയപ്പോഴേക്കും വണ്ടി സെറ്റായി. ഇതാണ് നമ്മുടെ വണ്ടി ATE 273. വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഡീസൽ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഡീസൽ തീർന്നെങ്ങാനും വഴി കിടന്ന അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഡ്രൈവർക്കാണ്. ജെയ്സൺ ചേട്ടൻ പോയി സമയം വെച്ചോണ്ട് വന്നപ്പോഴേക്കും ഞാൻ ലോക്ക് ഷീറ്റും ബോർഡൊക്കെ ആയിട്ട് വന്ന് വണ്ടി ട്രാക്കിലേക്ക് പിടിച്ചു. അങ്ങനെ 4:15 ആയപ്പോഴേക്കും വണ്ടി എടുത്തു. ഇനി ഇവിടുന്ന് നേരെ തൃശ്ശൂര്. അതിന്റെ ഇടയിൽ സ്റ്റോപ്പുകളും സ്റ്റാൻഡുകളും ഒക്കെ ഉണ്ട്. എന്നാലും തൃശ്ശൂരാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഒരു 7:45 ആയപ്പോഴേക്കും തൃശ്ശൂരെത്തി വണ്ടി ട്രാക്കിലേക്ക് പിടിച്ചു. മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി വന്നു. ഇനി കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് വന്നതുപോലെ തന്നെ ആലുവയാണ് ഇനി അടുത്ത നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഒരു 9:15 ആയപ്പോഴേക്കും ആലുവയിൽ വന്ന് വണ്ടി ഡീസൽ അടിക്കാനായിട്ട് പിടിച്ചു. ജെയ്സൺ ചേട്ടൻ ടാറ്റയൊക്കെ തന്നു പോയി. ഡീസൽ അടിച്ചതിന് ശേഷം വണ്ടി ചെക്കപ്പിനായിട്ട് റാമ്പിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് വീഡിയോ പിടിക്കണം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.